ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെ മിക്സിയിൽ ഭയങ്കര സിമ്പിളായിട്ട് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നേറ്റ് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ വലിയ മുട്ട നോക്കിയിട്ട് എടുക്കുക, എന്നാലേ കേക്കിന് നല്ല പോലെ ഹൈറ്റ് ഉണ്ടാകുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറക്കാതോ ഏതായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇവിടെ 250 ml കപ്പിലാണ് എടുത്തുള്ളത്. നിങ്ങളെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതിയാകും. കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 3/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറക്റ്റായിട്ടുള്ള മധുരമാണ് ഉള്ളത്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. നോർമലായിട്ടുള്ള പാലിനെയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിലും കൂടെ എടുത്തിട്ടുണ്ട്. ഓയിലിന് പകരമായി നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാകും. ഇനി എല്ലാം കൂടെ 1 മിനിറ്റ് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതിവിടെ 1 മിനിറ്റ് നല്ല പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചേർത്തുള്ള ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടണം. ഇത് മൊത്തത്തിൽ ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ബൗളിന് മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ എടുക്കുമ്പോൾ ലെവലാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്, കുത്തി നിറച്ചിട്ട് എടുക്കണ്ട. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നേരിട്ട് അങ്ങ് അരിച്ചിട്ട് ഈ ഒരു മിക്സിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. സെപ്പറേറ്റ് അരിച്ചിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നേരിട്ട് തന്നെ അരിച്ചെടുക്കുക. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിവിടെ നല്ല പോലെ തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്ത് ആവണ വരെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ വേണം ബാറ്റർ കിട്ടാനായിട്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഇത് ബേക്ക് ചെയ്യാനുള്ള ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഇതുപോലത്തെ ഒരു പഴയ ബിരിയാണി ചെമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് റിങ്ങോ അല്ലെങ്കിൽ പ്ലേറ്റോ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു കേക്കിനാണ് എടുത്തുള്ളത്. നിങ്ങളെ കയ്യിൽ ഏത് ടിന്നാണുള്ളത് അതെടുത്താൽ മതിയാകും. നിങ്ങളെ കയ്യിൽ ഇനി കേക്കിനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുക്കറിൽ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഇതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം ഒരു പീസ് ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ മൊത്തത്തിലങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ ടൂത്ത് പിക്ക് വെച്ചിട്ട് നല്ല പോലെ ഈ രീതിയിൽ അങ്ങ് ചെയ്ത് കൊടുത്താൽ ഉള്ളിൽ ഒട്ടും ഹോൾസ് ഇല്ലാതെ കിട്ടും കേട്ടോ. ബേക്ക് ചെയ്ത് വരുമ്പോൾ ഹോൾസ് ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല പോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ മുകളിൽ ഇഷ്ടമുള്ള ഡെക്കറേഷനൊക്കെ കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് 2 കളറിലെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. റെഡും ഗ്രീനും കൂടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെയൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബേക്ക് ചെയ്യാനുള്ള ആ ഒരു ബിരിയാണി പോട്ട് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു കേക്കിനങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 40-45 മിനിറ്റ് വരെ നല്ല പോലെ ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 40 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കുക. ഓരോരുത്തർ ഫ്ലെയിമിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നേക്കും. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഉള്ളിൽ കുക്കായോ അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്ത് നോക്കട്ടോ. ഇതിലിതാ ഒന്ന് മുട്ടി പിടിച്ച് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. കേക്ക് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നല്ല പോലെ ഹാർഡായിട്ട് കിട്ടും. കേക്കിൻ്റെ ടിന്നിൽ നിന്ന് അങ്ങ് വിടിച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു ബട്ടർ പേപ്പറും കൂടെ അങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ടീ കേക്കാണിത്. സിമ്പിളായിട്ട് എല്ലാവരും വീട്ടിലുള്ള കുറഞ്ഞ ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടമാകും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സിമ്പിളാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.